കടം വീട്ടിയിരിക്കുന്നു മീര. പിന്നെ നിശബ്ദത. ആ വയലിൻ ബോയ്ക്ക് അരികിലായി ആ നാണയം മാത്രം തറയിൽ കിടന്ന് തിളങ്ങി. ലിയ അല്ലെങ്കിൽ മീര സൂര്യോദയം വരെ അവിടെ ഇരുന്നു. തിയേറ്റർ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ സൂര്യൻ ഉദിച്ചു. നിഴലുകൾ പിൻവാങ്ങി. 2 ജന്മങ്ങളിലായി ആദ്യമായി അവൾക്ക് നൂറ്റാണ്ടുകളായി ലഭിക്കാതിരുന്ന ഒന്ന് അനുഭവിച്ചെറിഞ്ഞു. സമാധാനം. പിറ്റേന്ന് രാവിലെ മടിയിൽ വെച്ച വയലിൻ ബോയുമായി ലിയ കിടക്കയിലിരുന്നു. അത് എപ്പോഴാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഒരുപക്ഷേ നാണയത്തെപ്പോലെയും ഓർമ്മകളെപ്പോലെയും അതും അവളെ പിന്തുടർന്നതാകാം. പുറത്തു നഗരം വീണ്ടും സജീവമായി കഴിഞ്ഞിരുന്നു. എന്നാൽ അവൾക്ക് ചുറ്റുമുള്ളതെല്ലാം താളം തെറ്റിയതുപോലെ തോന്നി. തന്റെ ഹൃദയമിടിപ്പിനേക്കാൾ 1/2 സെക്കൻഡ് വൈകിയാണ് ലോകം ചലിക്കുന്നതെന്നൊരു തോന്നൽ. ഉറങ്ങാൻ ശ്രമിച്ചപ്പോഴൊക്കെ 2 ജീവിതങ്ങൾ കൂടിക്കലരുന്നതായി അവൾ സ്വപ്നം കണ്ടു. വില്ലോ മരങ്ങൾക്ക് താഴെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മീരയും മറ്റൊരു കാലഘട്ടത്തിൽ അതേ തെരുവുകളിലൂടെ നടന്നു നീങ്ങുന്ന ലിയയും. അവരുടെ ചലനങ്ങൾ പരസ്പരം പ്രതിധ്വനിച്ചു. അവർക്കിടയിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ആ കുറിപ്പ് വന്നത്. പുലർച്ചെ എപ്പോഴോ വാതിലിനടിയിലൂടെ ആരോ അത് തള്ളിവിട്ടിരുന്നു. പഴയ മഞ്ഞ നിറമുള്ള കടലാസിൽ ഇങ്ങനെ എഴുതിയിരുന്നു: അവൻ പോയിട്ടില്ല, അവൻ ഒരിക്കലും പോയിരുന്നില്ല. അതിൽ പേരില്ല, വിലാസമില്ല. പക്ഷേ നാണയത്തിലേതുപോലെ സൂര്യരശ്മിയുടെ ഒരു മങ്ങിയ ചിഹ്നം അതിലുണ്ടായിരുന്നു. ലിയയുടെ കൈകൾ വിറച്ചു. കഴിഞ്ഞ രാത്രിയിൽ ആ തകർന്ന തിയേറ്റർ അവശിഷ്ടങ്ങൾക്കിടയിൽ എഡ്വേർഡിന്റെ ഓർമ്മകളെ അവൾ കുഴിച്ചു മൂടിയതാണ്. യാത്രാമൊഴി ചൊല്ലി പ്രഭാത സൂര്യൻ ആകാശത്തെ ശുദ്ധീകരിക്കുന്നത് കണ്ടു നിന്നതാണ്. പിന്നെ ആരാണിത് അയക്കുന്നത്? ഉച്ചയോടെ അവൾ ഹാർപ്പർ ക്ലൈനിനെ കാണാൻ നദിക്കരയിലേക്ക് പോയി. എന്നാൽ കോട്ടേജിലെത്തിയപ്പോൾ വാതിൽ ചാരിയ നിലയിലായിരുന്നു. മിസ്റ്റർ ക്ലൈൻ, അവൾ പതുക്കെ വിളിച്ചു. മറുപടിയുണ്ടായില്ല. അകത്ത് വീട് അലങ്കോലമായി കിടക്കുന്നു. കടലാസുകൾ ചിതറിക്കിടക്കുന്നു. വിളക്ക് പൊട്ടിയിരിക്കുന്നു. അന്തരീക്ഷത്തിൽ നേരിയ പുകയുടെ ഗന്ധം. ഭിത്തിയിൽ പ്ലാസ്റ്ററിൽ മാന്തി വരച്ചതുപോലെ ഒരൊറ്റ വാക്ക്: ഓർക്കുക. അവളുടെ നെഞ്ചു പിടഞ്ഞു. ഹൃദയമിടിപ്പോടെ അവൾ വീടിന് പുറത്തേക്കിറങ്ങി. എതിർവശത്തു നിന്ന് കറുത്ത കോട്ടും തൊപ്പിയും ധരിച്ച ഒരാൾ ഒരു വിളക്കുകാലിൽ ചാരി നിന്ന് അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കിയപ്പോൾ അയാൾ മെല്ലെ ചിരിച്ചുകൊണ്ട് ഇടവഴിയിലെ ഇരുളിലേക്ക് മറഞ്ഞു. ലിയ ഒരു നിമിഷം സംശയിച്ചു നിന്നെങ്കിലും അയാളെ പിന്തുടർന്നു. ആ ഇടവഴി ഒരു പഴയ വെയർഹൌസിന്റെ പിന്നിലുള്ള ഇരുണ്ട ഇടനാഴിയിലേക്കാണ് നീണ്ടത്.